അപൂർവ ശസ്ത്രക്രിയയിലൂടെ ഗർഭാശയം മാറ്റിവെച്ച് അടൂർ ലൈഫ് ലൈൻ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ. ഇടുപ്പിനുള്ള വൈകല്യം മൂലം കാല് മടക്കി വെക്കുവാൻ പറ്റാത്ത രോഗിയുടെ ഗർഭാശയമാണ് നേരെ കിടത്തി താക്കോൽ ദ്വാര ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്തതെന്ന് ആശുപത്രി അധികൃതർ. ഞാൻ ഡോക്ടർ സിറിയക് പാപ്പച്ചൻ, ഗൈനക്കോളജിസ്റ്റ്, ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റ് ആൻഡ് ലാപ്രോസ്കോപ്പിക് സർജൻ, ലൈഫ് ലൈൻ ഹോസ്പിറ്റൽ. നമ്മുടെ മെയിൻ ഹോസ്പിറ്റൽ അടൂരാണ്. നമുക്കിവിടെ ബ്രാഞ്ച് കൊച്ചിയിൽ പനമ്പള്ളി നഗറിലുണ്ട്, മനോരമയുടെ അടുത്തായിട്ട്. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് വെച്ചാൽ നമ്മളൊരു സ്പെഷ്യൽ സർജറി ചെയ്തായിരുന്നു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 66 വയസ്സുള്ളൊരു സ്ത്രീ, പുള്ളിക്കാരിക്ക് യൂട്രസ് അടി ഇറങ്ങിയിരിക്കുമായിരുന്നു. അപ്പം പുള്ളിക്കാരിക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. സാധാരണ പേഷ്യൻ്റ് അല്ലായിരുന്നു. പുള്ളിക്കാരിക്ക് ഇടത്തെ ഇടുപ്പിൻ്റെ ജോയിൻ്റ് ഇല്ല. ഇടത്തെ ഇടുപ്പിൻ്റെ ജോയിൻറ്റിൽ രക്തോട്ടം നിന്നിട്ട് അവിടുത്തെ ബോൺ ദ്രവിച്ചു പോയി. എന്നിട്ട് കാലിന് നീളക്കുറവുണ്ടായി. അപ്പോൾ ആ കാല് മടക്കാൻ പറ്റത്തില്ല. സാധാരണ രീതിയിൽ നമ്മൾ ഹിസ്റ്റക്ടമി, ഈ അടി ഇറങ്ങിയ പേഷ്യൻസിന്, അതായത് യൂട്രസ് തെളിച്ച് ഉണ്ടാകുന്ന പേഷ്യൻസിന് നമ്മൾ ഹിസ്റ്റക്ടമി ചെയ്യുമ്പം കാല് അകത്തി വെച്ചിട്ടാണ് ഹിസ്റ്റക്ടമി ചെയ്യുന്നത്. പക്ഷേ പുള്ളിക്കാരിക്ക് ഈ കാലിന് സ്വാധീനക്കുറവുള്ളതുകൊണ്ട് കാലകത്താൻ പറ്റത്തില്ല. കാലകത്തി കഴിഞ്ഞാൽ ആ കാൽ ഒടിഞ്ഞു പോവും. പിന്നെ അവർക്ക് ആജീവനാന്തം നടക്കാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു സ്ഥിതിയിലുള്ളൊരു പേഷ്യൻ്റായിരുന്നു. അപ്പം നമുക്ക് ഈ പേഷ്യൻ്റ് ഒരു 6 മാസം 1 വർഷത്തോളം പുള്ളിക്കാരിക്ക് പ്രോബ്ലം ഉണ്ടായിരുന്നു. പുള്ളിക്കാരി പല ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങി സന്ദർശിക്കുകയും ഡോക്ടേഴ്സ് സർജറി, ഈ വജൈനൽ ഹിസ്റ്റക്ടമി, അതായത് അടിയിൽ കൂടെ ഗർഭപാത്രം എടുക്കുന്നതിന് വിസമ്മതിക്കുകയും വേണമെങ്കിൽ കീഹോൾ ഓപ്പൺ ശസ്ത്രക്രിയ ചെയ്യാമെന്ന് പറഞ്ഞു. ഓപ്പൺ ശസ്ത്രക്രിയ പക്ഷെ അവർക്ക് വില്ലിങ് അല്ലായിരുന്നു, താല്പര്യമില്ലായിരുന്നു. അങ്ങനെ ഈ പേഷ്യൻറ്റിൻ്റെ മകൻ എന്നെ കോൺടാക്റ്റ് ചെയ്തു. ഫോണിൽ 2-3 വട്ടം കോൺടാക്റ്റ് ചെയ്തു. അതുപോലെ അമ്മയ്ക്ക് ഇതുപോലെ ഗർഭപാത്രം തെളിച്ചുകൊണ്ട് സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കീഹോളായിട്ട് നമുക്ക് ചെയ്യാം, തീർച്ചയായിട്ടും ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ പേഷ്യൻ്റ് നമ്മുടെ അടൂർ ലൈഫ് ലൈൻ ഹോസ്പിറ്റലിൽ വരികയും കാണുകയും പരിശോധിച്ച് നോക്കുകയും ചെയ്തു. അപ്പം തെളിച്ചുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഈ കാലിന് പ്രോബ്ലം ഉള്ളതുകൊണ്ട് നമ്മൾ ഓർത്തോപീഡിക്സിനെയും ബാക്കിയുള്ള സ്പെഷ്യാലിറ്റീസൊക്കെ കാണിച്ചു. അപ്പോൾ കാല് മടക്കി വെച്ച് ശസ്ത്രക്രിയ ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള ഒരു നിഗമനത്തിലെത്തി. അങ്ങനെ നമ്മൾ കീഹോൾ ശസ്ത്രക്രിയയ്ക്ക് പേഷ്യൻസിനെ പോസ്റ്റ് ചെയ്തു, സർജറി ചെയ്തു. അത് നമ്മൾ കാല് അകത്തി വെക്കാതെ നേരെ വെച്ച് കിടത്തിയാണ് ഈ ഹിസ്റ്റക്ടമി പ്രൊസീജിയർ ചെയ്തത്. അപ്പോൾ ഈ ഹിസ്റ്റക്ടമി മാത്രമല്ല, പെൽവിക് ഫ്ലോർ റിപ്പയർ എന്ന് പറയും. അത് സാധാരണ താഴ്ഭാഗത്തോടാണ് ചെയ്യുന്നത്. അതും നമ്മൾ കീഹോളായിട്ട് ചെയ്ത് പേഷ്യൻറ്റിനെ സക്സസ്ഫുള്ളി 2 ദിവസം കഴിഞ്ഞ് പേഷ്യൻ്റ് വീട്ടിൽ പോയി. അപ്പോൾ ഈ സർജറിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതിനെക്കുറിച്ച് പിന്നെ ലിറ്ററേച്ചർ നോക്കി. അപ്പം നേരെ കിടത്തി സുപ്പൈൻ പൊസിഷനിൽ കാല് ഫ്ലാറ്റാക്കി ഹിസ്റ്റക്ടമി ആക്ച്വലി ഫസ്റ്റ് ടൈമാണ് ഇൻ ദ വേൾഡ് ഡോക്യുമെൻ്റ് ചെയ്തിട്ടുള്ളത്. ഇതിനു മുന്നേ നേരത്തെ ഡോക്യുമെൻറ്റേഷൻ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല. അപ്പോൾ ഇതൊരു ഫസ്റ്റ് ടൈം ഇൻ ദ വേൾഡാണ്. കാലിന് സ്വാധീനക്കുറവുള്ളൊരു പേഷ്യൻറ്റിന് നമുക്ക് ഹിസ്റ്റക്ടമി കീഹോളായിട്ട് ചെയ്യുകയും അടി ഇറങ്ങിയത് നമ്മൾ കീഹോളായിട്ട് റിപ്പയർ ചെയ്യുകയും ഇതെല്ലാം മേലിക്കൂടെ തന്നെ 100% കാലകത്തി വെക്കാതെ തന്നെ ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു സംഭവം. ഞാനൊരു 3000-5000-ഓളം ഈ ഹിസ്റ്റക്ടമി ചെയ്തിട്ടുണ്ട്. പക്ഷേ നമുക്കിങ്ങനെ കാലിന് പ്രോബ്ലം വരികയും കാലകത്തി വെക്കാൻ പറ്റില്ല എന്നൊരവസ്ഥ വരുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ നമുക്ക് സാധാരണ രീതിയിൽ നമ്മൾ യൂട്രസ് നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യുന്നത്, അതായത് യൂട്രസ് നമ്മൾ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുന്നതും അതിൻ്റെ ഓപ്പണിങ്ങും എല്ലാം കട്ട് ചെയ്യുന്നത് താഴെ കൂടെ നമ്മൾ ഹെൽപ്പ് ചെയ്തുകൊണ്ടായിരിക്കും കട്ട് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു പേഷ്യൻ്റ് അത് പോസിബിൾ അല്ലായിരുന്നു. അങ്ങനെ നമ്മൾ യൂട്രസിന് സ്പെഷ്യൽ സ്റ്റിച്ച് ഇട്ടിട്ട് യൂട്രൈൻ ഹിച്ച് എന്ന് പറഞ്ഞൊരു ടെക്നിക്ക് ഉപയോഗിച്ചാണ് ഈ സർജറി ചെയ്തത്. അതും ഏറ്റവും മിനിമം ഹോൾസേ നമ്മൾ ഇട്ടിട്ടുള്ളൂ. സാധാരണ ശസ്ത്രക്രിയ ചെയ്യുന്ന സമയം കൊണ്ട് തന്നെ ഈ ഒരു ശസ്ത്രക്രിയ ചെയ്യുകയും ഈ പേഷ്യൻറ്റിന് ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നത് അടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും നമ്മൾ കീഹോളായിട്ട് റിപ്പയർ ചെയ്യുകയും അതുപോലെ തന്നെ നമുക്ക് കാലകത്ത് വെക്കാതെ തന്നെയാണ് കംപ്ലീറ്റ് ശസ്ത്രക്രിയ ചെയ്തത്. പേഷ്യൻ്റ് സർജറി കഴിഞ്ഞ് ഒരു 4 hours കഴിഞ്ഞ് നടക്കാൻ തുടങ്ങി. നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി, കുഴപ്പമൊന്നുമില്ല. 2ാമത്തെ ദിവസം വീട്ടിലും വിട്ടു. ഈ പേഷ്യൻറ്റും അവരുടെ ഫാമിലി മെമ്പേഴ്സും ഏകദേശം ഒരു 6 മാസത്തോളം പല ആശുപത്രിയിൽ കയറി ഇറങ്ങി ശസ്ത്രക്രിയയ്ക്ക് ചോദിച്ചപ്പം അവർ താഴെ കൂടെ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് എല്ലാവരും ഓപ്പൺ സർജറിയാണ് പറഞ്ഞത്. അപ്പം പക്ഷേ ഈ ഫാമിലി മെമ്പേഴ്സിന് തീരെ ഓപ്പൺ സർജറി താല്പര്യമില്ലായിരുന്നു. ഈവൻ ഞാനും സജസ്റ്റ് ചെയ്തു, എന്തെങ്കിലും കാരണത്താൽ കീഹോൾ ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഓപ്പൺ ശസ്ത്രക്രിയ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ സാർ സർജറി ചെയ്യേണ്ട, സർജറി ക്യാൻസൽ ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ പേടിക്കേണ്ട, നമുക്ക് തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മുടെ ഒരു എക്സ്പെർട്ടൈസ് ആ ലെവലിൽ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റിയത്. തീർച്ചയായിട്ടും നമ്മുടെ ഒരു എക്സ്പെർട്ടൈസ് കൊണ്ടാണ് നമുക്ക് അങ്ങനെ അങ്ങനെ ശസ്ത്രക്രിയ കീഹോളായിട്ട് കംപ്ലീറ്റ്ലി ചെയ്യാമെന്നുള്ള ഉറപ്പിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. റിസ്കി അല്ല. ഓപ്പൺ സർജറി ആകുമ്പോൾ സാധാരണ ഓപ്പൺ സർജറി പോലെ റെസ്റ്റും കാര്യങ്ങളും എല്ലാം വേണ്ടി വരും. ഇതാകുമ്പം 2 വീട്ടിൽ പോയി എല്ലാ പണിയും ചെയ്യാം. ഒരാഴ്ച ആകുമ്പോൾ എന്നെ റിവ്യൂവിനെ കാണാൻ വന്നു. പുള്ളിക്കാരി സ്മാർട്ടാണ്, ഭയങ്കര സ്മാർട്ടാണ്. പിന്നെ പ്രോബ്ലവും മാറി, എല്ലാം സെറ്റിലായി.
വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. പേര് സുബക എന്നാണ് പേര്. സാധാരണ രീതിയിൽ ഇങ്ങനെയുള്ള ശസ്ത്രക്രിയ ശരിക്കും കാല് അകത്തി വെച്ചിട്ട് താഴേക്കൂടെ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ പുള്ളിക്കാരിക്ക് ഈ കാല് അനക്കാൻ പറ്റത്തില്ല. ഇടത്തെ കാലിന് ഈ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് അനക്കി കഴിയുമ്പം കാലൊടിഞ്ഞു പോകും. കാലൊടിഞ്ഞ പിന്നെ ആജീവനാന്തം നടക്കാൻ പറ്റത്തില്ല. ഇതുപോലെ ഒവ്വൊരു വീട്ടിലും കുറേ സ്ത്രീകൾ ഈ അവസ്ഥയിൽ കാണും. ഇത് ചെയ്യത്തില്ല, അങ്ങനെ ഇട്ട് വയ്ക്കും. ചെയ്യത്തില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തന്നെ കിടപ്പിലായിരിക്കും. ഇത് നമ്മൾ ഫസ്റ്റ് സക്സസ് ആയതുകൊണ്ട് ഇത് ഫുള്ളും ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ എല്ലാവരും ഇതിന് പുറകിൽ വരും. എല്ലാവർക്കും ഇത് സക്സസ്സും ആകും. ഓക്കെ.